ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 27 ലക്ഷം രൂപ ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള മെഷീനുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ച ഗ്രാന്റ് ഉപയോഗിച്ചാണ് ലബോറട്ടറി നവീകരിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളതിനേക്കാൾ ചുരുങ്ങിയ ചിലവിൽ ഇനി പരിശോധനകൾ നടത്താൻ സാധിക്കും. മട്ടന്നൂർ മേഖലയിലുള്ളവർക്ക് ഇനി പ്രധാനപ്പെട്ട പരിശോധനകൾ ചുരുങ്ങിയ ചെലവിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യാനുള്ള സൗകര്യമാണ് മട്ടന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലൂടെ ഇനി ലഭിക്കുക. ലിവറിൻ്റെ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റ്, അങ്ങനെയുള്ള നിലവിൽ 30ഓളം ടെസ്റ്റുകളായിരുന്നു ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ മെഷീനുകൾ സ്ഥാപിച്ചതോടെ ഇരട്ടിയോളം പരിശോധനകൾ ചെയ്യാൻ കഴിയും. അതോടൊപ്പം ചുരുങ്ങിയ ആളുകളുടെ പരിശോധനകൾ മാത്രം നടത്താൻ കഴിഞ്ഞിടത്തു നിന്ന് ഇനി കൂടുതൽ പേരുടെ പരിശോധനകൾ ഒരു ദിവസം നടത്താൻ സാധിക്കുകയും ചെയ്യും. ഗർഭിണികൾക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും പരിശോധനകൾ സൗജന്യമാണെന്നും സ്വകാര്യ ലാബുകളിൽ ഉള്ളതിനേക്കാൾ പകുതി പണം കൊണ്ട് ഇവിടെ പരിശോധനകൾ നടത്താൻ കഴിയുമെന്നും ആശുപത്രി മെഡിക്കൽ ഓഫീസർ കെ സുഷമ പറഞ്ഞു. പ്രധാനമായും ഹോർമോൺ അനലൈസർ, ഫുള്ളി ഓട്ടോമാറ്റിക് മെട്രോളജി അനലൈസർ, ഫുള്ളി ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ, യൂറിൻ അനലൈസർ, ഇലക്ട്രോലൈറ്റ് അനലൈസർ എന്നിവയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയും. നിലവിൽ 38 ഇനം ടെസ്റ്റുകളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് 62 ടെസ്റ്റുകളായി ഉയർത്താൻ വേണ്ടിയിട്ട് ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. പുതിയ ഹോർമോൺ അനലൈസറിൽ ടോട്ടൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, TSH, T3, T4 കഴിയുന്നത്. നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു. ലബോറട്ടറി നേരത്തെ റോഡരികിലുള്ള സ്ഥലത്താണ് പ്രവർത്തിച്ചത്. അവിടുന്ന് നമ്മളെ ഈ കെട്ടിടത്തിനകത്തേക്ക് മാറ്റുന്ന സമയത്താണ് കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നത്. ആ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് കുറേ വർഷമായി നമ്മുടെ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആ ആശുപത്രിയിൽ അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലബോറട്ടറി വേണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനാണ് നഗരസഭാ ഭരണസമിതി വലിയ പ്രാധാന്യം കൊടുത്തത്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കിട്ടിയപ്പോൾ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഉപരി നമ്മുടെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിലെ സൗകര്യമാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നാണ് നഗരസഭ ഭരണസമിതി തീരുമാനിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ്, വി കെ സുഗതൻ, കെ ശ്രീനാഥ്, ഇ രാഘവൻ, എ മധുസൂദനൻ, എസ് വിനോദ് കുമാർ, കെ വി ജയചന്ദ്രൻ, വി ഹുസൈൻ, രാജൻ പുതുക്കുടി, അച്യുതൻ അണിയേരി, കെ പി രമേശൻ, കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ച 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.